ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽ വിത്ത് സോണി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ഒക്കെ നന്നായിട്ട് വീട്ടിലിരുന്ന് തന്നെ വേദനയും ഒട്ടും ഇല്ലാണ്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ പിരിയം ത്രെഡ് ചെയ്യാൻ ഒട്ടും അറിയാത്തവർക്ക് കൂടിയും പിരിയം ത്രെഡ് ചെയ്യാൻ വേദനയാണ്, പേടിയാണ്, അങ്ങനെയുള്ളവർക്കും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലേഡാണ്. രണ്ടായിട്ട് ഞാൻ ബ്ലേഡ് ഇവിടെ മുറിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫുൾ ബ്ലേഡായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഹേർട്ട് ചെയ്യാൻ, ഒന്ന് ചെറുതായിട്ട് ഒന്ന് നമ്മുടെ സ്കിന്ന് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടായിട്ട് ഞാൻ ഒന്ന് മുറിച്ചിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എക്സസ് ആയിട്ട് രോമം വളർന്ന ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ സംശയം തോന്നിക്കാണും, നമ്മളിങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇരട്ടിയായിട്ട് രോമം വളരില്ലേ എന്ന്. അതൊക്കെ ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായി കാണും, ഇങ്ങനെ നമ്മൾ ബ്ലേഡ് വെച്ചാണ് ഷേവ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് രോമം വളരില്ലേ, അയ്യോ കാട് പിടിച്ച പോലെ ആവില്ലേ, ഇരട്ടി വളരില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയോ, നമ്മുടെ രോമ വളർച്ച കൂടുതലായിട്ടും ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ത്രെഡ് ചെയ്യുമ്പോൾ ഒരു മാസം എടുത്താണ് ത്രെഡ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു 15 ദിവസത്തിനുള്ളിൽ അത് പൊങ്ങി വരും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് രോമ വളർച്ച ഉണ്ടാവത്തില്ല. ഇപ്പം ഞാൻ ബ്ലേഡ് ഒന്ന് ചരിച്ച് പിടിക്കുന്ന വെച്ചാൽ ഒരു വള്ളിച്ച് പിടിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നല്ല കൃത്യം ഷേപ്പിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും വേദനയില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ട്രിക്കാണിത്. നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്തെ ആദ്യമായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ട്രിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒന്ന് കെയർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പിരികിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്. എക്സസ് ആയിട്ട് വളർന്നിട്ടുള്ള നമ്മുടെ രോമങ്ങളെയൊക്കെ ഒന്നൊരു കത്രിക കൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ കുറച്ച് വളർന്ന നമ്മുടെ പിരികങ്ങളൊക്കെ നമ്മളിങ്ങനെ മുകളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് രോമ വളർച്ചയോ നമ്മുടെ രോമം കാട് പിടിച്ച് ഇങ്ങനെ വളരുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. My tropical love